അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുഹറം ആഗതമാവാൻ പോവുകയാണല്ലേ, മുഹറമൊക്കെ വരാൻ പോവുകയാണ്. അതായത് നമ്മൾ ഇസ്ലാമികമായിട്ടുള്ള ഒരു പുതിയ വർഷം ആരംഭിക്കാൻ പോവുകയാണ്, ഒരു ന്യൂ ഇയർ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു പുതിയ വർഷമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നമുക്ക് അല്ലാഹു തആല ഒരുപാട് ഓഫറുകൾ വെച്ച് തന്നിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഓഫറാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിൽ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാകും മുഹറം ആദ്യ ദിവസം ബിസ്മി എഴുതി വെക്കുന്നതിനെ കുറിച്ച്. നമ്മൾ കേട്ടിട്ടുണ്ടാകും, പക്ഷെ നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയില്ല, എപ്പോഴാണ് എഴുതേണ്ടതെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ ഉള്ളവർ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് എപ്പോഴാണ് ബിസ്മി എഴുതേണ്ടത് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് പേർക്ക് എല്ലാ വർഷവും ബിസ്മിയൊക്കെ എഴുതി വെച്ച്, കഴിഞ്ഞ വർഷം ബിസ്മി എഴുതി വെച്ചിട്ടൊക്കെ വലിയ വലിയ ഉസ്താദുമാരുടെ നമ്മൾ വീഡിയോ ഒക്കെ താഴെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് പേർക്ക് ഗുണഫലങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു അമലാണ് ഈ ഒരു ബിസ്മി എഴുതി വെക്കൽ എന്ന് പറയുന്നത്. മുഹറം 1 ഈ ബിസ്മി എഴുതി വെക്കൽ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് അല്ലാഹു തആല ആ വർഷം സമ്പന്നമാക്കി, ആ ഒരു വർഷം റഹ്മത്തും അനുഗ്രഹവും ഉള്ളതാക്കിയിട്ടുണ്ട്. മുഹറം എന്ന് പറഞ്ഞാൽ, മുഹറം ആദ്യ ദിവസം എന്ന് പറഞ്ഞാൽ പുതിയൊരു വർഷം ആരംഭിക്കുകയല്ലേ. ആ ഒരു ആദ്യ ദിവസം തന്നെ നമ്മൾ നല്ല രീതിയിൽ അല്ലാഹു തആലയോട് ദുആയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ബിസ്മിയൊക്കെ എഴുതി വെക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിൻ്റെ അർത്ഥം റഹ്മാനുർ റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു എന്നല്ലേ. എന്താ തുടങ്ങുന്നത്? ആ ഒരു പുതിയ വർഷം തുടങ്ങുന്നു. അങ്ങനെ നമ്മൾ തുടങ്ങിയാൽ തന്നെ എന്ത് ചെയ്യും? ആ ഒരു അല്ലാഹു തആല ആ ഒരു വർഷം സമ്പന്നമാക്കും. നല്ല രീതിയിൽ നമ്മളെക്കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാക്കുന്ന ഒന്നും സംഭവിക്കാതെ അങ്ങനെ നല്ല രീതിയിലുള്ളൊരു വർഷമാക്കും. നിങ്ങൾക്കറിയാമായിരിക്കും. അപ്പോൾ ഇനി അടുത്ത ചോദ്യം, എങ്ങനെയാണ് എപ്പോഴാണ് എഴുതേണ്ടതെന്നൊക്കെ. അപ്പോൾ ഞാൻ എപ്പോഴാണ് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുഹറം ആദ്യ ദിവസം ഉണ്ടല്ലോ, രാത്രിയോ പകലോ, മുഹറം ആദ്യ ദിവസം ഹിജ്റ വർഷം ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യ രാത്രിയോ പകലോ ആണ് നമ്മൾ എന്ത് ചെയ്തേണ്ടത്? ഈ ഒരു ബിസ്മി എഴുതേണ്ടത്. അപ്പോൾ ബിസ്മി എഴുതുമ്പോൾ നമ്മൾ 113 തവണയാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ബിസ്മി 113 തവണ എഴുതുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആദ്യമായിട്ട് തന്നെ നമ്മൾ വുളു എടുത്തിട്ട് നല്ലൊരു നീയത്തോടെ, നമ്മൾ നല്ല ഇഖ്ലാസോടെ, ഇത് ഞാൻ മേലെ കൊടുത്തിരിക്കുന്നത് പോലെ ഓരോ അക്ഷരവും വിട്ട് തമ്മിൽ കൂട്ടിമുട്ടാതെ വേണം എഴുതാനായിട്ട്. എഴുതുന്ന സമയത്ത് നമ്മൾ എത്ര എണ്ണ ആയത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ കഴിഞ്ഞ് ഒരു കുറച്ചായതിനു ശേഷം നമ്മൾ ഇടയ്ക്ക് എണ്ണ നോക്കുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് അശുദ്ധി സമയത്തും ഈ ഒരു അമല് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മളങ്ങനെ അമല് ചെയ്യുമ്പോൾ ഇതൊരു ദിക്റാണെന്ന് വിചാരിച്ചിട്ട് വേണം നമ്മൾ ഇത് എഴുതാനായിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു അമല് നല്ല രീതിയിൽ തന്നെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എത്തും. അള്ളാഹു തആല നമുക്കതിൻ്റെ നല്ല നല്ല ഫലങ്ങളും തരും. ആ ഒരു വർഷം സമ്പന്നമാകുകയും ചെയ്യും. അങ്ങനെ നമ്മൾ എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം 113 തവണ നമ്മൾ എഴുതിയത് നോക്കിയിട്ട് ഓരോ തവണ എഴുതിയത് നോക്കി നമ്മൾ വായിക്കണം. ഇങ്ങനെ വായിച്ചും കൂടി കഴിഞ്ഞ ശേഷം നമ്മൾ ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് മന്ത്രിക്കുക. ഇങ്ങനെ മന്ത്രിക്കുകയും ചെയ്തിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ഈ ഒരു പേപ്പർ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. നല്ലൊരു നിയത്തോടു കൂടി തന്നെ നമ്മുടെ വീട്ടിൽ ആ ഒരു വർഷം മുഴുവനും സൂക്ഷിച്ച് വെക്കണം. ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മുടെ ഏറ്റവും പെർഫെക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുക. അല്ലാഹു തആല നമ്മുടെ ആ ഒരു വർഷം വളരെയധികം നല്ലതാക്കി തരും. എല്ലാ മുസീബത്തുകളെ തൊട്ടും അല്ലാഹു തആല നമുക്ക് കാവൽ നിന്ന് തരും. അപ്പോൾ ഇനി മുഹറം 1 വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. നല്ല രീതിയിൽ തന്നെ ഇതിന് സമയം കണ്ടെത്തിയിട്ട് ചെയ്യുക. പിന്നെ ഇത് ചെയ്യുന്നതിന് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ സംസാരങ്ങളും അതും ഇതും പറഞ്ഞ് ചിരിച്ച് കളിച്ച് ചെയ്യാൻ നിൽക്കരുത്. നല്ല രീതിയിൽ തന്നെ ഏകാന്തതയോടെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റു കുടുംബക്കാർക്കൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവരും ചെയ്യട്ടെ. ഇത് അല്ലാഹു തആല നമുക്ക് തന്ന ഓഫറല്ലേ, എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത് നിങ്ങൾ എത്ര പേർക്ക് വേണമെങ്കിലും അല്ലാഹു കൊടുക്കും കേട്ടോ. അത് നിങ്ങൾ അവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ അതിൻ്റെ ആ ഒരു നേട്ടങ്ങൾ കൂടി അല്ലാഹു തആല നിങ്ങളിലേക്ക് എത്തിച്ചു തരും. അപ്പോൾ നല്ലൊരു അമലായിട്ട് കണ്ട് നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ മുമ്പിലേക്ക് യൂട്യൂബ് ഈ ഒരു വീഡിയോ നല്ലതാണെന്ന് വിചാരിച്ച് എത്തിക്കും. അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. നമ്മുടെ വീഡിയോ കാണുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും അല്ലാഹു തആല നല്ലൊരു വർഷം പ്രദാനം ചെയ്യട്ടെ. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.